ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ഐ മൂസ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം കടത്തനാടിനെക്കുറിച്ചും കടത്തനാടൻ പാരമ്പര്യത്തെക്കുറിച്ചും ആ ഭൂമിയെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒരുപക്ഷെ കടത്തനാടിൻ്റെ അഭിമാനകരമായ സാഹിത്യ പാരമ്പര്യവും പൈതൃകവുമായിരിക്കും സംഘാടകരെ ഇതുപോലുള്ള ഒരു മഹായത്നത്തിലേക്ക്, ശ്രമകരമായൊരു ദൗത്യത്തിലേക്ക് നയിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതുണ്ടാക്കിയ ആത്മവിശ്വാസമാണ് കടത്തനാട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ കഴിയും എന്നുള്ള വിശ്വാസം സംഘാടകർ ഉണ്ടാക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എനിക്ക് ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ എന്നോട് ചെയർമാൻ മൂസ പറഞ്ഞത് വിവിധ കോളേജുകളിൽ നിന്ന് സ്വന്തം താല്പര്യപ്രകാരം എത്തിയ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. പുതിയ തലമുറ വായനയുടെയും എഴുത്തിൻ്റെയും വഴികളിലേക്ക് സഞ്ചരിക്കുന്നു എന്നറിയുന്നതിലുള്ള ആഹ്ലാദം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ എഴുത്തും വായനയും എല്ലാം അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ്. ജീവിതം തന്നെ ആ അറിവ് തേടിയുള്ള നിരന്തരമായ അന്വേഷണമാണ്. അത് പലർക്കും പലതരത്തിൽ വ്യാഖ്യാനിക്കാം. മതപരവും ആത്മീയവുമായ വിശ്വാസമുള്ളവർക്ക് അത് പൊരുൾ തേടിയുള്ള അന്വേഷണമായി വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ സത്യം തേടിയുള്ള ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്ന് നമ്മൾ പറയും, സത്യം തേടിയുള്ള അന്വേഷണമായി അത് വ്യാഖ്യാനിക്കാം. അറിവും പൊരുളും സത്യവും എല്ലാം ഒന്ന് തന്നെയാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കപ്പെട്ടതോ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതോ ഒന്നല്ല. അറിവ് തന്നെയാണ്. ആ അറിവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, ഭാവനയിലേക്ക്, അറിവ് സൃഷ്ടിക്കുന്ന ഭാവനാ പ്രപഞ്ചത്തിലേക്കെല്ലാം എഴുത്തുകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും നമ്മൾ ആ ലോകത്ത് സഞ്ചരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് വഴികാട്ടികളായി മാറുകയും ചെയ്യുന്ന വ്യത്യസ്തമായ അനുഭവമാണ് വായനയിലൂടെ നമ്മളുണ്ടാകുന്നത്. എഴുത്തും വായനയും ലോകക്രമത്തെ മുഴുവൻ മാറ്റിമറിച്ചതാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ, ലോകത്തിൻ്റെ രാഷ്ട്രീയ ക്രമത്തെ, സാമൂഹ്യ ക്രമങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള കരുത്താണ് എഴുത്തിനും വായനയ്ക്കുമുള്ളത്, അക്ഷരങ്ങൾക്കുള്ളത്. ആദിയിൽ വചനമുണ്ടായി എന്നാണ് പറയുന്നത്. ആ വചനമാണ് ഇന്നും, ആ വാക്കാണ് ഇന്നും, ആ അക്ഷരമാണ് ഇന്നും അഗ്നിയായി, കരുത്തായി, എല്ലാ പ്രതീക്ഷയുടെയും അവസാന വാക്കായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾക്കുണ്ടാക്കുന്ന വിശ്വാസക്കുറവ്, നമുക്കുണ്ടാകുന്ന അപകർഷതാബോധം, നമുക്കുണ്ടാകുന്ന നിരാശ, ഇതിൽ നിന്നെല്ലാം നമ്മളെ തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് ആത്മവിശ്വാസത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും നമ്മൾ ചെയ്യേണ്ട ത്യാഗപൂർണമായ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് കരുത്തു പകരുന്ന ഒന്നാണ് എഴുത്തും വായനയും. നമ്മൾ പലപ്പോഴും ആലോചിക്കും, ആരാണ് നമ്മളെ നയിക്കുന്നത്, ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ആരാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വായനക്കാരനായ ഒരാൾക്ക് പറയാൻ കഴിയും, അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അയാളെ നയിക്കുന്നത്, അയാളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ഭാവനാ പ്രപഞ്ചത്തിലാണ്, അയാൾ സൃഷ്ടിക്കുന്ന അയാളുടെ പ്രത്യേകമായ കാലത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ എഴുത്തുകാരനും സൃഷ്ടിക്കുന്നതാണ്. വായന എന്ന് പറയുന്നത് നമുക്ക് സാഹിത്യമാവാം, കഥയാവാം, കവിതയാവാം, സാമ്പത്തിക ശാസ്ത്രമാകാം, ചരിത്രമാകാം, ഇപ്പോൾ ഫ്യൂച്ചറോളജിയെക്കുറിച്ചാവാം, ഭാവിയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് ആവാം, ചരിത്രത്തിലേക്കുള്ള അന്വേഷണങ്ങളാവാം, ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ കണ്ടെടുത്ത ചരിത്രത്തിലെ ഗതകാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ജനിതക പഠനത്തിലൂടെ കണ്ടെടുത്ത കാലഘടന നിശ്ചയിക്കപ്പെട്ട പുതിയ ചരിത്രത്തെക്കുറിച്ചാവാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം അറിയണം, ലോകം മുഴുവൻ അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന വാക്ക് ക്ലീശേ വന്ന വാക്കാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവ് ചെയ്തുകൊണ്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് മനുഷ്യൻ നടത്തുന്ന മറ്റൊരു തരത്തിലുള്ള അന്വേഷണമാണ്. ആ അന്വേഷണമാണ്, അതും അറിവ് തേടിയുള്ള വേറൊരു തരത്തിലുള്ള അന്വേഷണമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പറയും, പൊരുൾ തേടിയുള്ള അന്വേഷണത്തിന് പല മാർഗങ്ങളുണ്ട്.
ഒന്ന് ഭക്തിമാർഗമാണ്, ഒന്ന് ജ്ഞാനമാർഗമാണ്, ഒന്ന് കർമ്മമാർഗമാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നതും ഭക്തിയോടുകൂടി സമീപിക്കുന്നതും ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നതും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ പൊരുൾ തേടിയുള്ള, സത്യം തേടിയുള്ള, അറിവ് തേടിയുള്ള അന്വേഷണമാണ്. അപ്പോൾ ലോകത്ത് നടക്കുന്ന മനുഷ്യൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായന എന്ന് പറയുന്നത് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് സയൻസിലേക്കും ചരിത്രത്തിലേക്കും എല്ലാ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും എല്ലാം കടന്നു പോകുന്ന ഒന്നാണ്. ഒന്ന് ഗതകാലത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരാനിരിക്കുന്ന കാലത്തെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ വർത്തമാനകാലത്തെ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തയുണ്ടാകും. ഞങ്ങളെപ്പോഴും പറയും, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്ന സംഭവവികാസങ്ങൾ, ലോകത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ലോകത്ത് നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും വേറൊരു രീതിയിൽ വളർന്നു വന്ന് ജനങ്ങളുടെ അഭിപ്രായത്തെയും അവകാശങ്ങളെയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയും അവൻ്റെ സ്വാതന്ത്ര്യത്തെയും എല്ലാം അടിച്ചമർത്തി അരാജകത്വത്തിലേക്കും അല്ലെങ്കിൽ ഏകാധിപത്യത്തിലേക്കും മനുഷ്യന് പ്രസക്തിയില്ലാത്ത, മനുഷ്യന് അവകാശങ്ങളില്ലാത്ത ഒരു കാലത്തേക്കും കൂട്ടിക്കൊണ്ടുപോവുകയും അവൻ ഗ്യാസ് ചേമ്പറിൽ അടയ്ക്കപ്പെടുകയും ലക്ഷക്കണക്കിന്, എന്നുവെച്ചാൽ കണക്കുകളില്ലാത്ത തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കാലമുണ്ട്. അത് ജർമ്മനിയിൽ മാത്രമല്ല, അത് ജർമ്മനിയിലും, അത് ഇറ്റലിയിലും, അത് റഷ്യയിലും, അത് പോൾപോട്ടിൻ്റെ കംബോഡിയയിലും, അത് ചൈനയിലും, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മനുഷ്യനെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് പല രീതിയിൽ. അത് മുതലാളിത്തവും അടിമത്തവും നിന്നൊരു കാലഘട്ടത്തിൽ മാത്രമല്ല, അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിതമാക്കിയ ഒരു പ്രതീക്ഷയുണ്ടാക്കിയ ഒരു കാലത്ത് പോലും അധികാരത്തിൽ വന്ന ആളുകൾ അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യദാഹത്തെയും അവൻ്റെ അറിവ് നേടാനുള്ള അവൻ്റെ അന്വേഷണത്തെയും അടിച്ചമർത്തിയ ഒരു കാലമായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ വായിക്കണം. കാരണം എന്നെ ഭീതിപ്പെടുത്തുമാറ് പുതിയ തലമുറയിലെ കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്ത് ജനാധിപത്യമാണ്, ഇവിടെ ഏകാധിപത്യം മതിയായിരുന്നു, ഇവിടെ പട്ടാള ഭരണം മതിയായിരുന്നു എന്ന്. ഞാനവരെ കുറ്റപ്പെടുത്തില്ല. ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം തകർന്നത് അതിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട രാഷ്ട്രീയ നേതൃത്വം അതിൽ പങ്കാളികളാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം ആളുകൾക്ക് അതിൻ്റെ വിശ്വാസ്യത തകർത്തതിൽ. പക്ഷേ അതിൻ്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ആ കാലത്ത് അല്ലെങ്കിൽ ആ കാലത്തിന് ശേഷം ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി വെച്ച കൃതികൾ ധാരാളമുണ്ട്. നാസിസത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് പ്രതിപാദിച്ച തേർഡ് റൈക്ക് എന്നുള്ള പുസ്തകം, ഗീബൽസിനെ പോലെ പ്രചരണങ്ങളെ മുഴുവൻ വളച്ചൊടിക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച് എഴുതിയ പ്രൊപ്പഗാൻഡ മെഷീൻ, പിന്നീട് സ്റ്റാലിൻ്റെ കാലഘട്ടത്തിന് ശേഷം സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ എന്തു നടന്നു എന്ന് ക്രൂസേവ് എഴുതിയ ക്രൂസേവ് മെമ്മയർ തുടങ്ങിയ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ചുണ്ട്. ആ കാലഘട്ടത്തിലെ നോവലുകളിൽ, ആ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയ സാഹിത്യകൃതികളിലെല്ലാം ഒരു ഭയം തങ്ങി നിൽക്കുന്നുണ്ട്, ഒരു അരക്ഷിതബോധം തങ്ങി നിൽക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ശരിക്കും ഞാൻ പറയും, ഞാൻ കോളേജിൽ പഠിച്ച കാലത്താണ് ജോർജ് ഓർവെലിൻ്റെ 1984 വായിക്കുന്നത്. 1984 ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്റ്റേറ്റ് നമ്മളെ നിരീക്ഷിക്കുകയാണ്, സ്റ്റേറ്റ് നമ്മളെ നോക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ ചാരക്കണ്ണുകളാണ് എല്ലായിടത്തും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ തെരുവുകളിൽ, നമ്മൾ പോകുന്ന ഓഫീസിൽ, നമ്മൾ പോകുന്ന സ്കൂളിൽ, നമ്മൾ പോകുന്ന കോളേജിൽ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സ്റ്റേറ്റിൻ്റെ ചാരക്കണ്ണുകൾ നമ്മളെ നിരീക്ഷിക്കുകയാണ്. അതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് തലത്തിലേക്ക് വളരാം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ അവകാശങ്ങളെയും പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് സ്റ്റേറ്റ് അടിച്ചമർത്തലിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാക്കി അവൻ്റെ ഭരണകൂട യന്ത്രങ്ങളെ മാറ്റുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഭീതിയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ അന്നത്തെ എഴുത്തുകാർ അതിനെ അതിജീവിച്ച ആളുകളാണ്. ഇപ്പോൾ ജർമ്മനിയിൽ നാസിസത്തിൻ്റെ നാളുകളിൽ ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ബർത്തോൾഡ് ബ്രെത്ത്, അദ്ദേഹം അമേരിക്കയിലായിരുന്നു കുറേ നാൾ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു ജർമ്മൻകാരനെ കണ്ടുമുട്ടുകയാണ് അമേരിക്കയിൽ വെച്ച്. അതിനെക്കുറിച്ചൊരു മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം ചോദിക്കുന്നത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്നാണ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വാചകമാണത്.
അതായത് ഏകാധിപത്യത്തെക്കുറിച്ച്, ഫാസിസ്റ്റ് ഭരണകൂടത്തെക്കുറിച്ച് ബ്രത്ത് ചോദിക്കുന്നത് നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഹിറ്റ്ലറാണോ എന്നല്ല, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്നാണ്. എനിക്ക് അത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഏകാധിപതികളെക്കുറിച്ച്, സ്വേച്ഛാധിപതികളെക്കുറിച്ച്, അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിച്ചു പോയത്. ഇന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, ലോകത്ത് മനുഷ്യനെ അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ചിരുന്നവരെല്ലാവരും, സ്വേച്ഛാധിപതികളായ, ഏകാധിപതികളായ ഫാസിസ്റ്റ് ശക്തികൾ എല്ലാവരും ഭീരുക്കളായിരുന്നു. ഭീരുക്കൾ അവരെല്ലാത്തിനെയും ഭയപ്പെട്ടിരുന്നവരാണ്. അവരുടെ അരക്ഷിതത്വ ബോധം, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അവരുടെ മീതെ ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങൾ അവർ ഭീരുക്കളായി മാറുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഏത് ഏകാധിപതിയെയും ഏത് ഫാസിസ്റ്റ് ശക്തിയെയും നേരിടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ആത്മവിശ്വാസം എന്ന് പറയുന്ന, അതിനെ നേരിടാൻ കഴിയുമ്പോൾ നമ്മുടെ ശത്രു, നമ്മൾ നേരിടേണ്ട ആൾ ഭീരുവാണ് എന്നുള്ള ബോധ്യമാണ്. ബ്രത്തിൻ്റെ കവിതയിലെ 2 വരികളാണ്. ഭീരുവാണോ, നമ്മുടെ രാജ്യം ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന ചോദ്യമാണ് ഫാസിസത്തിനെതിരായി, സ്വേച്ഛാധിപത്യത്തിനെതിരായി പോരാടാനുള്ള നമ്മുടെ കരുത്തായി മാറുന്നത്. എഴുത്തുകാരൻ എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെ വഴികാട്ടിയായി നിന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർമ്മമാർഗത്തെക്കുറിച്ച്, നമ്മൾ ചരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം, ഗതകാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം വരാനിരിക്കുന്ന കാലത്ത് നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് കരുത്തു പകരുന്ന നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പിൻബലവുമാണ്. മാത്രമല്ല മിഥ്യകളെ തകർക്കുന്നതാണ് വായന എന്ന് പറയുന്നത്. തെറ്റായ ധാരണകളെ, ഇപ്പോൾ നമ്മൾ പറയും നമ്മൾ ആര്യന്മാരാണ്, നമ്മുടെ ബ്ലഡ് ചുമന്നതാണ്, നമ്മുടെ നിറം വെളുത്തതാണ്, നിങ്ങൾ കറുത്തതാണ് എന്ന് പറയുന്ന ആ ആര്യ സങ്കല്പത്തെ മുഴുവൻ യഥാർത്ഥ ചരിത്രകാരൻ, യഥാർത്ഥ എഴുത്തുകാരൻ തച്ചുടയ്ക്കുന്നുണ്ട്. അവൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിൻബലത്തോടെ, ജനിതക പഠനത്തിൻ്റെ പിൻബലത്തോടെ അവൻ എഴുതിയ വാക്കുകൾ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളിന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഓരോ വിഷയത്തിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷൻസ് ഉണ്ട്, പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും, കഴിഞ്ഞ നോവൽ ഹരാരെ ഹോമോഡിയോസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകമാണ് ഹോമോസാപ്പിയൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള 2ാമത്തെ പുസ്തകത്തിൽ മെഡിക്കൽ സയൻസിന് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് സബ്ജക്റ്റുകൾ പറയുന്നത് പോലെ അദ്ദേഹം ചോദിക്കുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു? 40 വയസ്സായിരുന്നു അല്ലേ? 38-40 വയസ്സായിരുന്നു. ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് 78-80 വയസ്സാണ്. എന്തുകൊണ്ടാണ് ഇരട്ടിയായി മാറിയത്? അത് മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു നെഞ്ചുവേദന വന്നു, ആൾ മരിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കാം അല്ലേ, ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ബൈപ്പാസ് സർജറി നടത്താം. അപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിലേക്ക് മനുഷ്യായുസിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും എന്നാണ്. അത് 160 വയസ്സ് മുതൽ 180 വയസ്സ് വരെ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുകയാണ്. കാരണം രോഗങ്ങൾ ചികിത്സിക്കപ്പെടും പൂർണ്ണമായി. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ സ്കാൻ ചെയ്ത് അവൻ്റെ രോഗനിർണയം നടത്തി അവന് സൈഡ് ഇഫക്ട്സ് വരാത്ത മരുന്നുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇൻ്റർ ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ വരികയാണ്. വ്യത്യസ്തമായ വിഷയങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം വരികയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും ഒരുമിച്ച് ചേർന്ന് നാനോ റോബോട്ട് ഉണ്ടാക്കും. ഗോചരമല്ലാത്ത രീതിയിലുള്ള നാനോ റോബോട്ടാണ്. അത് മനുഷ്യൻ്റെ സിരകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഡോക്ടർ അതിനെ നിയന്ത്രിക്കും. ആ നാനോ റോബോട്ട് പോയി നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അപ്പം നമുക്ക് ബൈപ്പാസ് സർജറി വേണ്ട, ആൻജിയോപ്ലാസ്റ്റി വേണ്ട. അവൻ നമ്മുടെ ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകളെ മുഴുവൻ റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കീമോതെറാപ്പി വേണ്ട, റേഡിയേഷൻ വേണ്ട. മറ്റൊരു രസകരമായ കാര്യം, അത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യുന്ന, വയസ്സാവില്ല. പാറക്കൽ അബ്ദുള്ള ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ 125 വയസ്സാകുമ്പോഴും സുന്ദരനായി ഇതുപോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യന് ഏജിങ് പ്രോസസ്സ് ഉണ്ടാവില്ല. ആ ഏജിങ് പ്രോസസ്സിനെ വരെ റിവേഴ്സ് ചെയ്യുക. അത് അടുത്ത നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എഴുത്തുകാരൻ അന്വേഷണം നടത്തി, എഴുത്തുകാരൻ ഗവേഷണം നടത്തി, എഴുത്തുകാരൻ പഠനം നടത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം
നൈറ്റ്സ് ഓഫ് ദ പ്ലേഗ് എന്ന് പറയുന്ന ഓർഹാൻ പാമുക്കിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ്. വലിയ പാടാണ് വായിക്കാൻ, കാരണം 1700 പേജുണ്ട്. ഒരു കാലമാണ് 1901 പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതാണ്. പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ, ഇന്നത്തെ ടർക്കിയിൽ, അവിടുത്തെ ഒരു പ്രൊവിൻസിൽ, ഒരു ഐലൻഡിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനെ കുറിച്ചാണ് കഥ. പക്ഷെ ഞാൻ ഓരോ പേജും വായിക്കുമ്പോൾ, ഓരോ പേജും മറിക്കുമ്പോൾ എഴുത്തുകാരനെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനത്തോടു കൂടിയാണ് എഴുത്തുകാരനെ ഓരോ പേജും മറിക്കുമ്പോൾ കാണുന്നത്. അതെന്താണത്? നോവലാണോ? അത് ചരിത്രമാണോ? ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതാണോ? അത് സയൻസാണോ? അത് എപ്പിഡമിയോളജിയാണോ? പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ഗ്രന്ഥമാണോ? എന്താണ് എന്ന് വായനക്കാരന് ഒരു 200 പേജ് വായിച്ചു കഴിഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എഴുത്തുകാരൻ്റെ ആഴത്തിലേക്കുള്ള പഠനമാണ് അവിടെ. അതിൽ ചരിത്രവും നോവലും സാഹിത്യവും എല്ലാം ഉണ്ട്. തീക്ഷ്ണമായ കാര്യങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. വളരെ സംഭവബഹുലമായ മുഹൂർത്തങ്ങളുണ്ട്. എല്ലാത്തിനെയും അണിയിച്ചൊരുക്കി എത്രയോ വിഷയങ്ങളെ കോർത്തിണക്കി ഒരു എഴുത്തുകാരൻ ആ ഒരു കാലഘട്ടം ബുക്ക് അടച്ചു കഴിയുമ്പോഴാണ് നമ്മൾ 2023 എന്ന് തോന്നുന്നത്. ബുക്ക് തുറന്നു വെച്ചാൽ നമ്മൾ 1901 തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ച എഴുത്തുകാരൻ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ്. അങ്ങനെ എത്രയോ എഴുത്തുകാരാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് ചരിത്രത്തിലേക്കും ഭാവിയിലേക്കും എല്ലാം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഓരോന്നും വായിക്കുമ്പോഴാണ് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. അംബേദ്കർ ഇവിടെ പറഞ്ഞതുപോലെ, നാരായണൻ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ, അംബേദ്കറിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അംബേദ്കറിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. നമുക്ക് അഹങ്കാരമാണ് ഗാന്ധിയെ നമുക്ക് അറിയാമെന്ന്. പക്ഷേ ഗാന്ധിയെക്കുറിച്ചുള്ള ഓരോ പഠനവും ഓരോ പുസ്തകവും വായിക്കുമ്പോൾ ഗാന്ധിയെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും. അടുത്തിടെ വായിച്ച എക്കണോമിസ്റ്റ് ഗാന്ധി എന്നുള്ള പുസ്തകം എന്നെ വിസ്മയിപ്പിച്ചു. ഗാന്ധിയെക്കുറിച്ചുള്ള എത്രയോ ആംഗിളുകളാണ് ജയ് തീർത്ഥറാവു എഴുതിയ ആ മനോഹരമായ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോഴും നമുക്ക് ഇനിയും എത്രയോ ഗാന്ധിയെ അറിയാൻ, എത്രയോ നെഹ്റുവിനെ അറിയാൻ, അവർ ഉന്നയിച്ച കാര്യങ്ങൾ, അവർ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രസക്തി, അത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശക്തിയും കരുത്തുമാകും എന്നുള്ള ബോധ്യം ഇതെല്ലാം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകക്രമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത് വായനയും എഴുത്തും തന്നെയാണ്. വായനയുടെ സംഘർഷങ്ങളാണ് നമ്മളെ വല്ലാത്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ വായനയുണ്ടാക്കുന്ന സംഘർഷമാണ് നമ്മുടെ കാലത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള നമ്മളോടുള്ള എഴുത്തുകാരൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ കർമ്മനിരതമാക്കുന്നത്. ആ വായനയുടെ സംഘർഷങ്ങൾ, ആ സംഘർഷത്തിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ചടുലതയുമാണ് നമ്മളെ കർമ്മോന്മുഖരാക്കുന്നത്. ഇന്ന് ഈ കാലത്ത് ജീവിക്കുമ്പോൾ ലോകത്തിലെല്ലായിടത്തും ജനാധിപത്യത്തെ കുഴിച്ചുമൂടി ഏകാധിപത്യത്തിൻ്റെ പുതിയ ശക്തികൾ അല്ലെങ്കിൽ നിയോ കൊളോണിയലിസത്തിൻ്റെ വക്താക്കൾ എത്ര മനോഹരമായിട്ടാണ് ഗീബൽസിനെ കുറിച്ച് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതുപോലെ ഗീബൽസിനെ വെല്ലുന്ന PR ഏജൻസികളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ്റെ എന്താ പറയുന്നത്, നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും അല്ലേ, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്നത് പോലെ നടത്തി അവർക്ക് വേണ്ടി മനുഷ്യനെ രൂപപ്പെടുത്തി അവന് വേണ്ടി മാത്രം പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പുതിയ കാലത്ത് എങ്ങോട്ടാണ് ലോകം പോകുന്നത്, എങ്ങോട്ടാണ് മൂസ ചോദിച്ചതുപോലെ നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ആ സംഘർഷമാണ് വായനയിലൂടെ എഴുത്തുകാരൻ നമുക്ക് സമ്മാനിക്കുന്ന സംഘർഷമാകണം നമ്മളെ നയിക്കുന്നത്. ആ സംഘർഷത്തിലൂടെ ഉരുത്തിരിയുന്ന നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ആത്മാർത്ഥത, ഇവർ പറയുന്ന ദേശസ്നേഹമല്ല നമ്മുടെ ദേശസ്നേഹം, നമ്മുടെ ദേശീയത, ഗാന്ധിയും നെഹ്റുവും പറഞ്ഞ ദേശീയതയും ഇന്നത്തെ കാലത്തെ ഭരണകർത്താക്കൾ പറയുന്ന ഹൈപ്പർ ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടും. നെഹ്റുവും ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും നമുക്ക് സമ്മാനിച്ച അതിമനോഹരമായ ദേശീയതയാണ് ഇന്നത്തെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ പറയുന്ന ഹൈപ്പർ ദേശീയത
എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും. ആ ദേശീയതയും ഈ ഹൈപ്പർ ദേശീയതയും ഈ അതിതീവ്ര ദേശീയതയും തമ്മിൽ, കടലും കടലാടിയും തമ്മിലുള്ള അന്തരമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാക്കി തരുന്നത് എഴുത്തുകാരനാണ്. എഴുത്തുകാരനുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വായനയുടെ ആശയങ്ങളുടെ സംഘർഷമാണ് അതിൻ്റെ ഔട്ട്കമാകണം ലോകക്രമത്തെ മാറ്റിമറിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. സാം പിട്രോഡയുടെ റീഡിസൈൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകക്രമം മുഴുവൻ മാറി അല്ലേ. സാമൂഹ്യക്രമവും സാമ്പത്തിക ക്രമവും എല്ലാം മാറി. കോളനൈസേഷൻ ഉണ്ടായി. അതിനുശേഷം നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായി. സോവിയറ്റ് യൂണിയൻ്റെ പതനമുണ്ടായി, ചൈനയുടെ ഉദയമുണ്ടായി, അമേരിക്കയിലെ 9/11 ആക്രമണമുണ്ടായി. ഒരുപാട് ലോകഗതികൾ മാറ്റിയ സംഭവങ്ങളെല്ലാം ലോകത്തുണ്ടായി. അപ്പോൾ ഈ മഹാമാരിയുടെ കാലഘട്ടം വന്നു. അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും എന്ന് കാലക്രമം അടയാളപ്പെടുത്തിയതുപോലെ ഈ മഹാമാരിക്ക് മുൻപും മഹാമാരിക്ക് പിൻപും എന്ന രീതിയിൽ ലോകക്രമം അടയാളപ്പെടുത്തേണ്ട ഒരു അവസരം നമുക്കുണ്ടായി. അപ്പോൾ ഇന്ന് ലോകം ചിന്തിക്കുകയാണ്. ഒരു 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സാമ്പത്തിക ക്രമത്തിൽ മാറ്റമുണ്ടായത്, പുതിയ ഇക്കണോമിക് റീഫോംസ് വന്നത്. ആ 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായില്ലേ? അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ വായനകൾ, നമ്മുടെ അന്വേഷണം ഈ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം മാറ്റേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ തോമസ് പിക്കറ്റിയും ജോസഫ് സ്റ്റിഗ്ലിസും ഉൾപ്പെടെയുള്ള ലോകത്തിലെ എഴുത്തുകാരാണ് ഇത് ലോകത്ത് മുഴുവൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ലോകത്തിൻ്റെ പുതിയ ഈ മാറ്റങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ, സാമ്പത്തിക ക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നു. ഈ അപകടത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് എഴുത്തുകാരനാണ് മുന്നറിയിപ്പ് നമുക്ക് തന്നത്. ഇതാ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വികസിത രാജ്യങ്ങളിൽ പോലും ഉണ്ടാകുന്നു. വികസിത രാജ്യങ്ങളിൽ അതുണ്ടാകുമ്പോൾ വികസ്വര രാജ്യങ്ങളിൽ അതിൻ്റെ ആഴം, അതിൻ്റെ അന്തരം, അതിൻ്റെ അകലം വളരെ കൂടുതലായിരിക്കും. ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനാകുന്ന ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കും ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളുടെ മുഴുവൻ സ്വത്ത്, അതായത് ഒരു 400 കോടി ആളുകളുടെ മുഴുവൻ സ്വത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 1% ആളുകളുടെ കൈകളിലേക്ക് പോവുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നത് ആരാ? എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ പറയുകയാണ് ഈ സാമ്പത്തിക ക്രമം മാറ്റാനുള്ള സമയമായി. അപ്പം നമ്മൾ സാമ്പത്തികമായ നയപരിപാടികൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ സാധാരണക്കാരനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള പോളിസി മേക്കേഴ്സ് അല്ലേ, നാട്ടിലെ നയരൂപീകരണം നടത്തുന്ന ആളുകൾ, അവർക്ക് ആ വായനയുടെ പിൻബലമില്ലെങ്കിൽ അവർക്ക് ഈ ലോകത്ത് സംഭവിക്കുന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു പോളിസി മേക്കർ, ഒരു ഭരണാധികാരിക്ക് അവൻ്റെ സാമ്പത്തികമായ നയരൂപീകരണം കൃത്യമായി ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഗാന്ധി പറയുന്നത്, ട്രസ്റ്റിഷിപ്പ്, ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് എല്ലാ ധനികരോടും അദ്ദേഹം പറയുകയാണ്, പണം സമ്പത്തുള്ള എല്ലാവരോടും അദ്ദേഹം പറയുകയാണ്, നിന്റെ സമ്പത്തിൻ്റെ കാര്യക്കാരൻ മാത്രമാണ് നീ. ഈ പ്രപഞ്ചത്തിൻ്റെയാണ് സ്വത്ത് മുഴുവൻ, ഈ സമ്പത്ത് മുഴുവൻ. അല്ലെ വിശ്വാസിയായ ഒരാൾ പ്രപഞ്ചനാഥൻ്റെയാണ് ഈ സ്വത്ത് മുഴുവൻ. നീ വെറും കാര്യസ്ഥൻ മാത്രമാണ്. എന്തൊരു കൺസെപ്റ്റാണ്! നീ വെറും കാര്യസ്ഥൻ മാത്രമാണ്. ഇത് സൂക്ഷിച്ച് നടത്താൻ വേണ്ടവൻ മാത്രമാണ് നീ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ നമ്മുടെ പിൻപേ നടന്നുപോയ ആളുകൾ നമുക്ക് കൊളുത്തിവെച്ച അന്ധകാരത്തിൽ വെളിച്ചമായി പകർന്നു തരേണ്ട ആ വിളക്കുകൾ അതിപ്പോഴും പ്രകാശിച്ച് നിൽക്കുകയാണ്. നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ എപ്പോഴാണ് അതിനെ കാണുന്നത്? നമ്മൾ വായിക്കുമ്പോഴാണ് കാണുന്നത്. തുടർച്ചയായ വായനകൾ, തുടർച്ചയായ അന്വേഷണങ്ങൾ, അറിവ് തേടാനുള്ള നമ്മുടെ ജിജ്ഞാസ, നമ്മുടെ കൗതുകം, എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമങ്ങളാണ് ഇതെല്ലാം. സാഹിത്യത്തിലൂടെ, കഥകളിലൂടെ, നോവലുകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞവരുണ്ട്, സാമൂഹ്യക്രമത്തെ ചൂണ്ടിക്കാണിച്ചവരുണ്ട്, ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയവരുണ്ട് ഇല്ലേ? കൃത്യമായൊരു കാലഘട്ടത്തെ, ആ കാലഘട്ടം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നോബൽ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു പുസ്തകമുണ്ട്, ടൈം ഷെൽഡർ എന്ന് പറയുന്നത്. ഒരു ബൾഗേറിയൻ നോവലിസ്റ്റാണ് ജോർജി സ്പൊറോഡിനോവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കൺസെപ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ഈ
അൾഷിമേഴ്സ് ബാധിച്ച ആളുകളെ അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങിയാണ്. ആ ആശുപത്രിയിൽ ചെന്നിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടം, ഒരു ഡെക്കേഡ്, ഒരു ദശകം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അൾഷിമേഴ്സ് ബാധിച്ച ഒരാൾക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്ന ഒരു 70 മുതൽ 80 വരെയുള്ള ഒരു കാലഘട്ടം, അത് അദ്ദേഹം ഒരു ഫ്ലോറിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 70 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലെ ന്യൂസ് പേപ്പറുകൾ, അന്നത്തെ സിഗരറ്റ്, അന്നത്തെ വൈൻ, അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ, എന്നിട്ട് അവരെ അതുമായിട്ട് ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം 10 നിലകളുള്ള വലിയൊരു കെട്ടിടം പണിത് 10 ദശകങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എഴുത്തുകാരൻ്റെ സാങ്കല്പിക ലോകത്തിലാണ്. ഏറ്റവും രസകരമായ കാര്യം, അൾഷിമേഴ്സ് ബാധിക്കാത്ത ഒരു അസുഖവുമില്ലാത്ത പുതിയ തലമുറയെ ആളുകൾ അവസാനം അവർക്കിഷ്ടമുള്ള അവരുടെ ജീവിതകാലത്തെ അവർക്കിഷ്ടമുള്ള ദശകത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ പാസ്റ്റ് ഈസ് ഇൻവേഡിങ് ടു ദ പ്രസൻറ്റ്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഗതകാലത്തിലേക്ക് അയാൾക്ക് തിരിച്ചു പോകണം. അതായത് വർത്തമാനകാലത്തെ അയാളുടെ സമ്മർദ്ദങ്ങൾ, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഈ വർത്തമാനകാലത്തിൽ നിന്ന് വേണമെങ്കിൽ ഒളിച്ചോടൽ എന്ന് നമുക്ക് രേഖപ്പെടുത്താം. പക്ഷേ വർത്തമാനകാലത്തിൽ നിന്ന് പോയി ആ ഗതകാലത്തിലേക്ക് എത്തി തനിക്കിഷ്ടമുള്ള ഒരു ദശകത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അസുഖമില്ലാത്ത ഒരാളുടെ ജിജ്ഞാസയിലേക്ക് കൊണ്ടുപോയി പുസ്തകം അവസാനിപ്പിക്കുക. ഏതെല്ലാം തലങ്ങളിലേക്കാണ് എഴുത്തുകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട, നമ്മുടെ ജീവിതം പിന്നിട്ട വഴികളിലെ നമുക്കിഷ്ടപ്പെട്ട ഒരു ദശകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ എഴുത്തുകാരൻ്റെ ഭാവന ഏതെല്ലാം തരത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടികൾ എഴുത്തുകാരാണ്. അവരാണ് നമ്മുടെ മുന്നിലേക്കുള്ള വഴികൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് ആ അറിവ് തേടി ആ പുതിയ കാലത്തെക്കുറിച്ചുള്ള, പുതിയ കാലം എന്തായിരിക്കണം, പുതിയ ലോകം എന്തായിരിക്കണം, നമുക്ക് ചുറ്റുപാടുകളുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ എന്താണ്, വായനയുടെ സംഘർഷം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവുണ്ടാക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലാകുന്നത് എങ്ങനെയാണ്? ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ പൊളിറ്റിക്കലാകണം എന്ന് വെച്ചാൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു എൻറോൾ ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെയും നിങ്ങൾക്ക് പൊളിറ്റിക്കലാകാം. കാരണം എനിക്കറിയാം, രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെല്ലാവരും പൊളിറ്റിക്കലല്ല. ആ യാഥാർത്ഥ്യം അറിയാം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പൊളിറ്റിക്കലാവാം? ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഡെമോക്രാറ്റിക്കായി നിങ്ങൾ ചിന്തിക്കണം, ജനാധിപത്യപരമായി ചിന്തിക്കണം, ജനാധിപത്യത്തിൻ്റെ മഹത്വം അറിയണം, മറ്റുള്ളവൻ്റെ വാക്ക്, അവൻ്റെ അഭിപ്രായങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്നൊരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾ സെക്യുലറാവണം. ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മനുഷ്യനെ മതിൽ കെട്ടി കമ്പാർട്ട്മെൻറ്റുകളാക്കി വേർതിരിക്കാനുള്ളതല്ല മതങ്ങൾ എന്ന് നിങ്ങൾ അവരോട് തിരിച്ചു പറയണം. മതേതരത്വത്തിൻ്റെ ശക്തമായ പ്രവാചകരാകണം. എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പുതിയ കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാളും ശ്രമിക്കേണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, ജീവിതം തകർന്നു പോയവർ, അവരെ നോക്കി സങ്കടത്തോടുകൂടി അവരെ ചേർത്ത് നിർത്താൻ, അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴായിരിക്കും നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവൻ, എല്ലാവരാലും ചവിട്ടിയരയ്ക്കപ്പെട്ടവൻ, എല്ലാ സ്ഥലത്തും നീതി നിഷേധിക്കപ്പെട്ടവൻ, അവനെ കൈപിടിച്ചുയർത്താൻ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ പൊളിറ്റിക്കലാവുന്നത്. അങ്ങനെ പൊളിറ്റിക്കലാകാൻ നമുക്ക് കഴിയുന്നത് ഈ ആർദ്രതയുടെ നനവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുരിതങ്ങളും ആക്കി മാറ്റുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒന്ന് തന്നെയാണ്. അത് മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാനും അവൻ്റെ കണ്ണീരൊപ്പാനും അവൻ്റെ ജീവിത നിലവാരം ഉയർത്താനുമുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഈ വായനയുടെ സംഘർഷങ്ങൾ, എഴുത്തുകാരൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഈ സംഘർഷങ്ങൾ തന്നെയാണ്. ആ വായനയുടെ സംഘർഷങ്ങൾ അനുഭവിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പുതിയ തലമുറയോട് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടക്കുന്ന 47 വൈവിധ്യമാർന്ന വിഷയങ്ങൾ, സത്യത്തിൽ അസൂയ തോന്നുന്ന തരത്തിലാണ് ഈ വിഷയങ്ങൾ ഈ ടീം ഡയറക്ടർ ശ്രീ കൽപ്പറ്റയുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ, ലോകത്തിൻ്റെ ഗതികളെ മുഴുവൻ നിശ്ചയിക്കുന്ന പറഞ്ഞ നൃത്തവും സംഗീതവും അല്ലേ, സംസ്കാരവും സാഹിത്യവും ചരിത്രവും രാഷ്ട്രീയവും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ലല്ലോ, എല്ലാത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്.
അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയി മാറുകയാണ്. ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഐ മൂസയെയും ഡോക്ടർ കൽപ്പറ്റ നാരായണനെയും എൻ്റെ സുഹൃത്ത് ശ്രീ രാജേന്ദ്രൻ ഇടയത്തിങ്കര അടക്കമുള്ള മുഴുവൻ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ച് ഇതിനേക്കാൾ മഹത്തരമായി കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഞങ്ങളത് നടത്തുമെന്നുള്ള പ്രഖ്യാപനം കൂടി ഞാൻ വളരെ ആഹ്ലാദപൂർവ്വം ചെവിയോർക്കുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.